നമസ്കാരം, സിമിഡിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹമ്പുകളിലൂടെ എങ്ങനെ വണ്ടി ഓടിക്കാം എന്നാണ്. കുറേ കമൻസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഹമ്പുണ്ട്, എങ്ങനെയാണ് വണ്ടി ഓടിക്കുക, ഇറക്കത്തിൽ ഹമ്പുണ്ട്, കയറ്റത്തിൽ ഹമ്പുകളുണ്ട്, അന്നേരം എങ്ങനെയാണ് അതിലൂടെ വണ്ടി ഓടിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇറക്കത്തിലും മറ്റേ കയറ്റത്തിലൊക്കെ സാധാരണഗതിയിൽ അങ്ങനെ ഹമ്പ് വരാറില്ല. അങ്ങനെ വരുമ്പം തന്നെ അത് ചെറിയ കയറ്റവും ചെറിയ ഇറക്കവും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും. അതും അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും സ്കൂളുകളോ കോളേജുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച നല്ല റോഡുകളോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് ഹമ്പുകൾ ഉപയോഗിക്കാറ്. അവർ വെച്ചിട്ടുള്ളത് ഹമ്പുകൾ വെച്ചിട്ടുള്ളത് തന്നെ. അപ്പം നമ്മൾ ആ സമയത്ത് ഹമ്പുകൾ ഹമ്പാണ് ഇനി വരുന്നത് എന്ന് ചില സ്ഥലങ്ങളിൽ ബോർഡുകൾ വരാറുണ്ട്. ചില സ്ഥലത്ത് ഈ ഹമ്പുകൾക്ക് മഞ്ഞയും കറുപ്പും നിറങ്ങൾ കൊടുക്കാറുണ്ട്, ലൈൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കത് ഹമ്പാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി. ചില സ്ഥലങ്ങളിൽ ഒന്നുമില്ല, വെറും പ്ലെയിനായിട്ട് ടാറിങ് കൊണ്ട് തന്നെ ഹമ്പായിട്ട് ഇങ്ങനെ ചെയ്തിട്ടേക്കുന്നതാണ്. അപ്പം നമ്മളത് ശ്രദ്ധിച്ച് തന്നെ പോകണം. ഇനി അടുത്ത് ഹമ്പാണ്. അപ്പോൾ സ്ഥിരമായിട്ട് പോകുന്നവർക്കറിയാം ആ വഴിയിൽ ഇന്ന സ്ഥലത്തൊരു ഹമ്പുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു കുഴിയുണ്ടെന്നൊക്കെ കാണുമ്പം അല്ലെങ്കിൽ അവിടെ എത്തുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് അവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് നമ്മളത് വണ്ടി ഓടിച്ച് കയറ്റേണ്ടത്, കാല് കുത്താൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ തുടക്കക്കാരെ ഉദ്ദേശിച്ച് മാത്രമാണ്. എന്ന് വെച്ചാൽ തുടക്കത്തിലെ വണ്ടി എടുത്തുകൊണ്ട് ഇപ്പോൾ ഒട്ടും ഹാൻഡിൽ ബാലൻസ് ഒക്കെ ആയിട്ട് വരുന്ന പുതുതായി പഠിച്ചിറങ്ങിയ കുറച്ച് പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം മറ്റുള്ളവർക്കൊക്കെ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് അറിയാം, അവർക്ക് എന്ത് ചെയ്യണമെന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് പറഞ്ഞു കൊടുക്കാൻ മാത്രം എനിക്കിട്ട് അറിയത്തുമില്ല. ഞാനിപ്പോൾ എന്താണോ ചെയ്തത്, ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ വീഡിയോയിലൂടെ പറയുന്നത്. പിന്നെ അന്നേരം നമുക്ക് കുറേ കമൻസും കൂടെ വന്നുകൊണ്ടാണ് നമ്മൾ അതിനെ ബേസ് ചെയ്ത് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അറിയാവുന്നവർ ഇതാക്കണ്ട, ഈ വീഡിയോ കാണണമെന്നേ ഇല്ല. കാരണം അവരെ ഉദ്ദേശിച്ചല്ല ഈ വീഡിയോ ചെയ്യുന്നത്. തന്നെ മെയിൻ റോഡിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് സ്കൂളുകളോ കോളേജുകളോ ഇങ്ങനെയൊക്കെ എത്തുന്ന സമയത്ത് എപ്പോഴും ഹമ്പുകളും എന്താ പറയുക സീബ്ര ക്രോസും അങ്ങനെ കാര്യങ്ങളും എല്ലാം ഉണ്ടാവാറുണ്ടല്ലേ. എന്നുവെച്ചാൽ അന്നേരം നമ്മളത് ശ്രദ്ധിക്കണം. സീബ്ര ക്രോസൊക്കെ എത്തുന്ന സമയത്ത് ആൾക്കാർ ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ലൈൻസ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടി വരുന്നത് നോക്കാതെ ചിലപ്പോൾ ആൾക്കാർ എടുത്ത് റോഡിലേക്ക് ഇറങ്ങും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ആൾക്കാരുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം. പിന്നെ അന്നേരം തന്നെ അടുത്ത് ഹമ്പായിരിക്കും. അന്നേരം ഹമ്പിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മൾ ആക്സിലേറ്റർ നന്നായിട്ട് കുറയ്ക്കുക. നന്നായിട്ട് കുറച്ചൊരു 15-20 സ്പീഡ് എടുത്താൽ മതി. 10, 15, 20 ഈ ഒരു സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് നിരപ്പായ സ്ഥലത്തുള്ള ഹമ്പ് സുഖമായിട്ട് കയറി ഇറങ്ങി പോകാം കേട്ടോ. അപ്പോൾ ആ ഒരു മിനിമത്തിലുള്ള സ്പീഡ് എടുക്കുക. ആ സ്പീഡ് അവിടെ എത്തുമ്പോഴത്തേക്ക് എടുത്തിട്ട് ആ സ്പീഡിലേക്ക് ആക്കിക്കൊണ്ട് നമ്മൾ ഫസ്റ്റ് ടയർ അതിനകത്തേക്ക് കയറി ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ടയർ കയറി ഇറങ്ങി കഴിയുമ്പം പിന്നെ ആക്സിലേറ്റർ കൊടുക്കുക. ഇപ്പം ഒരു 20 സ്പീഡ് എടുത്താണ് നമ്മൾ ഈ ആക്സിലേറ്റർ കൊടുത്ത് നമ്മൾ ഈ ഹമ്പ് ഫസ്റ്റ് ടയർ ഇറക്കിയതെങ്കിൽ ഒരു 22, 23, 25 സ്പീഡ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാൻ. നേരം നമ്മൾ ബാക്കിലത്തെ ടയറും കൂടെ ഇറങ്ങും. അപ്പോൾ ഒരുപാട് എന്താ പറയുക, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റയടിക്ക് അങ്ങ് തിരിച്ചു കൊടുക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് കുറച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിനനുസരിച്ച് മാത്രം ആക്സിലേറ്റർ തിരിച്ചു കൊടുക്കുക. ഈ ആക്സിലേറ്റർ നമ്മൾ തിരിക്കുന്ന അനുസരിച്ചാണ് ആക്സിലേറ്ററിൻ്റെ സ്പീഡ് കൂടുന്നതും കുറയുന്നതും ഒക്കെ അല്ലേ. നമ്മളാണ് വിചാരിക്കേണ്ടത് അത് എത്രത്തോളം സ്പീഡ് വേണ്ട എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മളൊരു ഹമ്പിലൂടെ കയറി ഇറങ്ങുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഹമ്പ് കയറി ഇറങ്ങാമെന്ന്. ഒരുപാട് സ്പീഡ് എടുത്താണ് നമ്മൾ വരുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു 35-40 ഒരു സ്പീഡ് എടുത്താണ് നമ്മളിപ്പോൾ വരുന്നത്, അന്നേരം ഒരു ഹമ്പ് കണ്ടു, പെട്ടെന്ന് നമ്മൾ അതേ സ്പീഡിൽ തന്നെ ആ ഹമ്പ് ഇറക്കാനായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടണമെന്നില്ല. ഹമ്പിൽ നമ്മൾ കാല് കുത്തി ഓടിക്കാനോ ഒന്നും നിൽക്കരുത് കേട്ടോ. അന്നേരം കാല് തട്ടുകയോ കാല് മടങ്ങുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അന്നേരം തന്നെ ചിലപ്പം നമുക്ക് ചവിട്ടി പെട്ടെന്ന് നിർത്താൻ പറ്റുമോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മറിഞ്ഞ് വീഴുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ബാലൻസ് ആയതിന് ശേഷമായിരിക്കും ഈ ഹമ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കേണ്ടത്. ആദ്യമേ നമ്മൾ നിരപ്പായ സ്ഥലങ്ങളിൽ പ്രാക്ടീസ് ചെയ്ത് വണ്ടി ഓക്കെയാണ് ഓടിപ്പോകുമെന്നുള്ള സിറ്റുവേഷനിൽ, ഇപ്പം അല്ലെങ്കിൽ മുറ്റമൊക്കെ ഇല്ലേ, ചെറിയ കുന്നും കുഴികളും അങ്ങനെയൊക്കെ ഇട്ട് ഓടിച്ചവർക്ക് ഈ ഹമ്പ് വളരെ ഈസി ആയിട്ട് ഓടിച്ച് ഇറങ്ങിപ്പോകാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് ടയർ കയറ്റുക, അത് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ ആക്സിലേറ്റർ കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനോട് തൊട്ടടുത്ത് ഇപ്പോൾ 2 ഹമ്പ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ
നമ്മൾ ഫസ്റ്റ് ടയർ കയറി ലാസ്റ്റത്തെ ടയർ പുറകത്തെ ടയർ ഇറങ്ങാനായിട്ട് നമ്മൾ കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് തന്നെ ആ ടയർ കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഹമ്പിലേക്കാണ് കയറേണ്ട. അങ്ങനെ ഒരു ഹമ്പും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ പതുക്കെ ഒന്നും കൂടെ കുറച്ച് ബ്രേക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്തിട്ട് ആ ടയറും കൂടെ ഫസ്റ്റ് ടയർ ആ ഹമ്പിലും കൂടെ കയറി ഇറങ്ങിയതിന് ശേഷം കുറച്ചുകൂടെ ആക്സിലേറ്റർ കൊടുത്തിട്ട് മുമ്പോട്ട് പോവാം കേട്ടോ. അതുപോലെ തന്നെ ഇറക്കത്തിലെയും കയറ്റത്തിലെയും ഹമ്പ് സാധാരണഗതിയിൽ അങ്ങനെ ഇറക്കം കഴിഞ്ഞോ അല്ലെങ്കിൽ ഇറക്കം തുടങ്ങുന്നതിന് മുമ്പായിട്ടോ കയറ്റത്തിൽ ആദ്യം വെച്ചാൽ അതിൻ്റെ നടുക്കായിട്ട് അങ്ങനെ ഹമ്പുകൾ വരാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ ചിലപ്പം കാണുമായിരിക്കും കേട്ടോ, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇറങ്ങുന്ന സമയത്ത് ആദ്യമേ തന്നെ നമുക്ക് ആക്സിലേറ്ററിൻ്റെ ആവശ്യമേ ഇല്ല ഇറങ്ങാൻ. ഓട്ടോമാറ്റിക്കലി നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ടാണ് ചിലപ്പം ഈ ഇറങ്ങി പോകുന്നത്. നല്ലതായിട്ട് വണ്ടി ഓടിക്കുന്നവരാകുമ്പോൾ അവർക്ക് ബ്രേക്ക് പിടിക്കാതെ തന്നെ അവരങ്ങ് പോകും. ചിലപ്പോൾ അതിനകത്ത് ആക്സിലേറ്ററും കൊടുത്ത് അവർ വണ്ടി ഓടിച്ച് ഇറക്കത്തിലും അവർ ആക്സിലേറ്റർ കൊടുത്ത് പോകുന്നവരാണ്. പക്ഷേ തുടക്കക്കാരായ ആളുകളെ സംബന്ധിച്ച് നമുക്കിപ്പം ഇറക്കത്തിൻ്റെ സമയത്ത് ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ബ്രേക്ക് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് ചെറുതായിട്ട് കേട്ടോ, ഫുള്ളായിട്ട് ബ്രേക്ക് പിടിച്ചിട്ടല്ല, ചെറുതായിട്ടൊന്ന് ബ്രേക്ക് പിടിച്ചിട്ട് ആ ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇറങ്ങി പോകാം. അന്നേരം ആ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ഒരു ഹമ്പ് കണ്ടു എന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് പിടിക്കുക. കുറച്ചുകൂടെ അപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ നിന്ന് പോകരുത് വണ്ടി, എന്നാൽ വണ്ടി ഓടുകയും വേണം ആ ഒരു രീതിയിൽ കേട്ടോ. എന്നിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ ബ്രേക്ക് ഒന്നുകൂടെ പിടിച്ചിട്ട് വണ്ടി സ്ലോ ആകുമല്ലോ. സ്ലോ ആകുന്ന സമയത്ത് നമ്മൾ ഈ ഫസ്റ്റ് ടയർ സാധാരണ രീതിയിൽ ഹമ്പുകൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ കയറ്റാറ്, സാധാരണ ഫസ്റ്റ് ടയർ കയറി ഇറങ്ങുമ്പം ഈ ബ്രേക്ക് ചെറുതായിട്ടൊന്നും കൂടെ ലൂസാക്കി കുറച്ചുകൂടെ സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഇറങ്ങി പോവാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലേറ്റർ ഉപയോഗിക്കാം. അത് നമ്മുടെ അന്നേരത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ആക്സിലേറ്റർ ഉപയോഗിച്ചാലേ പോകാൻ പറ്റൂ എന്നുള്ള റോഡുകളാണെങ്കിൽ അങ്ങനെ, അല്ല അതനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇനി കയറ്റം കയറുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആക്സിലേറ്റർ അത്യാവശ്യമാണ്. അപ്പോൾ സാധാരണ നോർമലായിട്ടുള്ള ഒരു കയറ്റം കയറുമ്പോൾ നമ്മൾ നന്നായിട്ട് ആക്സിലേറ്റർ കൊടുത്തിട്ടാണ് നമ്മൾ കയറ്റം കയറി പോകാറ്. അപ്പോൾ അതുപോലെ ആക്സിലേറ്റർ കൊടുത്ത് കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഹമ്പ് വന്നു എന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ആക്സിലേറ്ററിൻ്റെ സ്പീഡ് കുറച്ചൊന്ന് കുറയ്ക്കുക. ബ്രേക്ക് നമ്മൾ മുഴുവനായിട്ട് പിടിച്ചു വെക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. പക്ഷേ ആക്സിലേറ്റർ സ്പീഡ് കുറയ്ക്കുക. ആക്സിലേറ്ററിൻ്റെ സ്പീഡ് കുറച്ചുകൊണ്ട് പതുക്കെ ടയർ കയറ്റി ഇറക്കിയിട്ട് ഉടനെ തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കയറ്റം കയറി ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. ആക്സിലേറ്റർ ഉടനെ കൊടുക്കണം കേട്ടോ. ഈ ഫസ്റ്റ് ടയർ കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണം. അന്നേരം ബാക്ക് ടയർ നന്നായിട്ട് കയറി വരും. കയറ്റമായതുകൊണ്ട് ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിൽ ഒട്ടും നമുക്ക് കയറാൻ പറ്റില്ല, പുറകോട്ട് വണ്ടി ഉരുണ്ടും പോകും. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ കാല് കുത്തി ഓടിക്കാനോ കയറ്റം കയറാനോ ഒന്നും ശ്രമിക്കരുത്. ഹമ്പാണ് വരുന്നതെന്ന് കാണുമ്പോൾ തന്നെ കുറച്ച് കൊടുത്തിരിക്കുന്ന ആക്സിലേറ്ററിൽ നിന്ന് കുറച്ച് ഒന്ന് ആക്സിലേറ്റർ കുറച്ചുകൊണ്ട് ഹമ്പിലേക്ക് ഫസ്റ്റ് ടയർ കയറി ഇറങ്ങി കഴിയുമ്പോഴേ ഉടനെ തന്നെ ആക്സിലേറ്റർ കുറച്ചും കൂടെ കൂട്ടി കൊടുക്കുക. എന്നിട്ട് ആ ഹമ്പ് കയറി ആ കയറ്റം കയറി ഇറങ്ങുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ആ സമയത്ത് നമ്മൾ കാല് കുത്തിയിട്ട് ഈ ഹമ്പ് കയറ്റി ഇറക്കാനൊന്ന് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം കാല് അവിടെ തട്ടുവോ മടങ്ങി പോവോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് സ്പീഡ് എടുത്ത് ഇപ്പോൾ നമ്മൾ വരുന്ന സമയങ്ങളിൽ ഒരുപാട് സ്പീഡ് എടുത്തായിരിക്കും വരുന്നതെങ്കിൽ ആ സ്പീഡോട് കൂടി തന്നെ ഹമ്പ് കയറി ഇറങ്ങാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. അപ്പുറത്തും വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വണ്ടികളുണ്ടാവും. എല്ലാം വണ്ടികളെ തട്ടാനും മറിഞ്ഞു വീഴാനും ആ വണ്ടികൾ വന്ന് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നവരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവരും പെട്ടെന്ന് വണ്ടി കയറി വരികയൊക്കെ ചെയ്യുമ്പോഴേ അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിച്ച് വേണം. ആദ്യമേ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ കട്ടർ കുഴികൾ അങ്ങനെയുള്ള വെച്ചാൽ ചെറിയ റോഡുകളില്ലേ അങ്ങനത്തെ റോഡുകളിലൂടെ നിരപ്പായ സ്ഥലത്ത് മാത്രമല്ലാതെ അങ്ങനത്തെ കുണ്ടും കുഴികളും നിറഞ്ഞ റോഡുകളിലൂടെ ഒന്ന് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ നമുക്കിതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഏത് റൂട്ടിലൂടെ വേണേലും നമുക്ക് നന്നായിട്ട് ഓടിക്കാൻ പറ്റുമെന്നാണ് പറയുക, അങ്ങനത്തെ റോഡുകളിലിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ ചിലയിടത്ത് വീടിൻ്റെ മുറ്റമൊക്കെ ഇൻ്റർലോക്കൊക്കെ ചെയ്യാത്ത ഈ മണ്ണ് കൊണ്ടുള്ള മുറ്റമൊക്കെ ആണെങ്കിൽ ചെറിയ കുഴികളും വേരുകളും ഹമ്പ് പോലെയും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ നമ്മളിട്ട് നന്നായിട്ട് ഓടിച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പം നല്ലതായിട്ട് റെഡിയാവും. അതിന് പേടിക്കാനൊന്നുമില്ല. ഈ ഹമ്പിലൂടെ കയറി ഇറങ്ങുന്ന ഒരു വീഡിയോ എടുത്ത് കാണിക്കണം എന്നെനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അടുത്ത് ഇപ്പോൾ ഒരു ഹമ്പോ അങ്ങനെയൊന്നും ഇല്ല.
അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലോ അങ്ങനെ എനിക്ക് ഹമ്പിലൂടെ ഓടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കിട്ടണം ഉറപ്പായിട്ടും ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യും കേട്ടോ. അങ്ങനെ പോകാൻ പറ്റുന്ന ഇവിടെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ഹമ്പ് കാണും, എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരാളുണ്ട്, അന്നേരം അങ്ങനെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസായിട്ട് ചോദിക്കുക, നമുക്ക് പറ്റുന്ന പോലെ അറിയാവുന്ന പോലെ പറഞ്ഞു തരാം. ഇതെല്ലാം ഞാൻ പഠിച്ചപ്പം എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അല്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഞാൻ നന്നായി പഠിച്ചിട്ടാണ് ഈ വീഡിയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളും ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ എന്തെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൽ തന്നെ എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്നവർ കേൾക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻസായിട്ട് പറഞ്ഞു തരാം. അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ വളരെ സന്തോഷമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.